നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ ഈശ്വർ പുറത്തിറങ്ങി ആ സ്പോട്ടിൽ തന്നെ അതിശക്തമായിട്ട് അദ്ദേഹം ആഞ്ഞടിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, അതായത് ഈ ശബരിമല മറയ്ക്കാൻ വേണ്ടി രാഹുൽ വിഷയം പ്രചാരണത്തിന് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ രാഹുൽ വിഷയം അത് ഉയർത്തിക്കൊണ്ടുവന്നത് ശബരിമല മറയ്ക്കാനാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ കടിഞ്ഞാണിടാൻ കഴിയില്ല, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫുൾ അങ്ങ് പറയാൻ പറ്റാത്ത സാഹചര്യം ാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ ഇനിയും പഴയതിൽ ശക്തമായി തന്നെ ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? നീണ്ട 16 ദിവസത്തെ, എന്തിനെന്ന് ചോദിച്ചാൽ ഒന്നിനുമല്ലാതെ 16 ദിവസത്തെ ജയിൽ വാസം ഒരുപക്ഷെ രാഹുൽ ഈശ്വറിനെ കുറച്ചുകൂടി പക്വതയോടുകൂടി ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ സംസാരിപ്പിക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത് ഇന്നലെ വ്യക്തമായി. മാത്രമല്ല ഭാര്യ ദീപ വളരെ വേദനയോടുകൂടി ബാക്ക് ചെയ്യുന്നുണ്ട്, പറയില്ലേ മിണ്ടല്ലേ എന്ന്. ഒരുപക്ഷെ ഭയമാണ്, കുടുംബമല്ലേ. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാഹുൽ ഈശ്വറിനെ കോമാളിയായിട്ടും ഈ പറയുന്ന ഒരു പുച്ഛഭാവത്തോടെയൊക്കെ കാണുന്ന മാധ്യമങ്ങൾ നാളെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് ഒരുപക്ഷെ ചേർന്ന് പോകേണ്ടതായിട്ട് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഡിബേറ്ററിനെ വിളിച്ചിരുത്തി മാക്സിമം റീച്ച് ഉണ്ടാക്കി അതിൽ അദ്ദേഹത്തിനെ പരിഹസിച്ചും നിന്ദിച്ചുമൊക്കെ മാധ്യമങ്ങൾ അവരുടെ റീച്ചും അവരുടെ ഇതുമൊക്കെ സമ്പാദിച്ചിട്ട് ഒരു വാക്കുകൊണ്ട് പോലും എന്തിനാണ് പോട്ടെ, നമ്മൾ ഈ കേസും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു, ഈ ലൈംഗിക ചുവയുള്ള ഭാഷ, ഇതൊന്നും എനിക്ക് അതിനകത്ത് വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നിയില്ല. ശരിക്കും ജാമ്യം കിട്ടേണ്ടുന്നത് ഈ പറയുന്ന ഈ നോട്ടീസ് നൽകിയല്ല ഈ അറസ്റ്റ് ചെയ്തത്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ ഇന്നലെ പറയുന്നിടത്ത് വക്കീൽ പറയുന്നു ഇപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പ്രോസിക്യൂഷൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം വീണ്ടും ഡിലേ ചെയ്യിച്ചു. അപ്പം ഒരു ലോക്കൽ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസ് 16 ദിവസം അദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടതിൻ്റെ ഒരു ഇത് എന്താണ്? നീതി എന്ന് പറയുന്ന നീതി ദേവത എന്നോ നമ്മളെല്ലാം സ്ത്രീപക്ഷത്തിൽ നിന്ന് പലർക്കും നീതി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ നീതിയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ എത്രയോ തവണ ഡിബേറ്റിനൊക്കെ രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ ഇതിനു വേണ്ടി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്? ഇത് അനാവശ്യമാണ് എന്ന് തോന്നിയിട്ടില്ലേ? സാധാരണ ജനങ്ങൾക്കെല്ലാം തോന്നും. കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഞാനൊന്ന് ചോദിച്ചിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് 2 വലിയ പീഡന കേസുകൾ വന്നു കിടക്കുകയാണ്. ബലാത്സംഗം, അതിക്രൂരമായ പീഡന കേസ് വന്നു കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഇന്ന് നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ നിൽക്കുമ്പോഴും 16 ദിവസം വലിയ തെറ്റുകളോ പാതകളോ ഒന്നും ചെയ്യാത്ത ഒരു പാവ മനുഷ്യനെ കൊണ്ടൊന്ന് ജയിലിൽ ഇടുക എന്ന് പറയുന്ന ആലോചിച്ചു. അവിടെ ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ചില ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില സംഭവങ്ങളിലെ ഡിബേറ്റിങ്ങിലോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടും എനിക്കറിയത്തില്ല. ഈ പറയുന്നത് പോലെ അതൊന്നും ചെയ്യണം. പക്ഷേ നമ്മൾ ആ ഒരു നിയമത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ ഇത്രയും ദിവസം അകത്തിട്ടെന്നൊരു ചോദ്യമുണ്ട്. അത് ആരുടെ ഉൾവിളിയാണ്? ഈ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങി വന്നു. ശബരിമല വിഷയമടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമടക്കം പല വിഷയങ്ങളും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നാവിനെ പലരും ഭയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാലായിട്ടുള്ള, അല്ലെങ്കിൽ വാലെന്ന് നമുക്ക് പറയത്തില്ല, ഇങ്ങേറ്റത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിന് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ നാവിനെ ഒരുപക്ഷെ ആരൊക്കെയോ ഭയപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടാണ് അകത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക്, ഇപ്പൊ പോലീസുകാർക്ക് രാഹുൽ ഈശ്വറിനോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്താണ്? അപ്പം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഇത് മനഃപൂർവ്വം ഓരോ ദിവസം ഡിലേ ചെയ്യിപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് അതിനകത്ത് ഇട്ട് ഒരു പരുവമാക്കി ഇനി പുറത്തിറങ്ങിയാലും നീ ഒന്ന് സൂക്ഷിച്ചോ എന്നുള്ളൊരു ഇത് കൊടുത്തു. പക്ഷെ പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത്? ഞാൻ ഇനിയും പ്രതികരിക്കും, ഇന്നലെ പറയുന്നത്, ഞാൻ മാറാൻ പോകുന്നില്ല എന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ആശയം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സമീപനം അതൊരു പക്ഷെ പലർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം തുറന്നു ചോദിച്ചേ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത്, എങ്ങനെയാണ് പീഡനമാകുന്നത്? ഇപ്പൊ കോടതി തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടി അറസ്റ്റ് വേണ്ട എന്നൊക്കെ കോടതി പറഞ്ഞത്? ബലാത്സംഗമാണെങ്കിൽ ഏതെങ്കിലും മനുഷ്യന് ജാമ്യം കൊടുക്കൂ? ജാമ്യം ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? അറസ്റ്റ് തടയൂ? നമ്മളെ ഒരു എപ്പോഴും സ്ത്രീപക്ഷത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്.
ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ നിയമവും രാജ്യവും ജനാധിപത്യ വ്യവസ്ഥിതിയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് നീതി ദേവതയ്ക്ക് നിയമത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നിമിഷം ആ കോടതി മുറിയിൽ വെച്ച് തന്നെ പിടിക്കാൻ പറയും അല്ലേ? എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? അപ്പൊ കോടതി 2 പക്ഷവും കേൾക്കും, ഒരു പക്ഷവും കൂടെ കേൾക്കട്ടെ. കാരണം അവിടെ രാഹുൽ ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം ചില തെളിവുകൾ നൽകിയിട്ടുണ്ട്. കാരണം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്, ഞങ്ങൾ സ്നേഹിച്ചവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയിച്ചവരാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്. രണ്ടാമത്തേതിനകത്ത് ഞാൻ വിചാരിച്ചു രാഹുൽ പെട്ടത് തന്നെയാണ്. പക്ഷെ അവിടെയും തെളിവുകളില്ല. ഈ കൊടുത്തിരിക്കുന്ന തെളിവുകളിലും മൊഴികളിലും പരസ്പര വൈരുദ്ധ്യമാണ്. ഒരിടത്ത് പറയുന്നു എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, പിറ്റേന്ന് ചാറ്റ് ചെയ്ത തെളിവുകൾ രാഹുൽ മാങ്കൂട്ട അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പീഡിപ്പിച്ച ഒരു പെൺകുട്ടിക്ക് പിറ്റേ ദിവസം പീഡിപ്പിച്ച വ്യക്തിയോട് ഇത്രയും സൗഹൃദപരമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നതിന് ശേഷം എന്തുകൊണ്ട് ഇത്രയും നാള് കേസ് കൊടുത്തില്ല എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയമാണെന്ന്. പക്ഷെ മറ്റൊരിടത്ത് പറയുന്ന വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ പീഡിപ്പിച്ച വ്യക്തി എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ പറയുന്നത് പോലെ ഭയമാണെന്ന് പിന്നീട് പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാണ്. ഇപ്പം ഇപ്പോഴത്തെ ഗർഭചിത്രമായിരുന്നു കുറച്ച് കടുകട്ടിയുള്ളത്. ഇപ്പോൾ അത് ഈ പറയുന്നത് പോലെ ജോബി ജോസഫ് അല്ലെ, ആ വ്യക്തി തന്നെ പറഞ്ഞു ആ പെൺകുട്ടിയാണ് ഇതിന് കൊടുത്തതെന്നുള്ള തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹാജരാക്കിയേക്കുന്നു. അപ്പൊ ഇതൊരു വീക്കായിട്ട് വന്നതുകൊണ്ടാണ് ഇന്നലെ എന്താണ് ജാമ്യത്തിന്റെ കാര്യത്തിൽ ചെന്നപ്പോൾ എന്താണ് കോടതി നീട്ടിവെക്കാനാ പറഞ്ഞത്. ഹൈക്കോടതിയിലേക്ക് സർക്കാർ കൊടുത്തല്ല രണ്ടാമത്തേതിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് നീട്ടിവെക്കുകയാണ് ചെയ്തത്. അത് വലിയ പ്രാധാന്യമായിട്ട് ഒരുപക്ഷെ കോടതിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇത് പച്ചയ്ക്ക് തുറന്നു പറയുന്ന അതിജീവിത വിവാഹിതയാണ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ രാഹുൽ ഈശ്വറിന്റെ പുറകെ ഉണ്ട് മാധ്യമങ്ങളും പോലീസും എല്ലാം. കാരണം ഇനി ആ വായ അടപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ഭവിഷ്യത്ത് തെരഞ്ഞെടുപ്പിന് ബാധിക്കുമെന്ന് ചിലർ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പാവത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ എന്താണ് 16 ദിവസം കൊണ്ടുവന്ന് ജയിലിലിട്ട്. പിന്നെ ഈ പറയുന്നോണം സഹകരിച്ചില്ല, അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ആരോഗ്യവാനല്ല, സഹകരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊഴിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും 2-3 ദിവസം ഇട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിരാഹാരം ഒരുപക്ഷെ രാഹുൽ ഈശ്വറിന്റെ ബുദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതുകൂടി അദ്ദേഹത്തിന് അത് വെച്ച് അവര് എന്ത് ചെയ്തു, 2-3 ദിവസം കൂടെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇത്തരത്തില് ഒരു മനുഷ്യന് നീതി ഇല്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ബാക്കി എല്ലാം മാറ്റി വെക്കും. ഒരു യൂട്യൂബ് ചെയ്തു അല്ലെങ്കിൽ ആക്ഷേപിച്ചു എന്ന് പറയുന്നു, അതിനകത്തില്ല കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. പക്ഷെ എന്തിന് 16 ദിവസം? കൊലക്കുറ്റം ചെയ്തവർക്ക് പോലും ഇത്രയും ഇല്ല, അല്ലെങ്കിൽ വലിയ പീഡന വീരന്മാർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയപ്പെട്ടില്ല. അപ്പൊ ഒരു സാധാരണ ഒരു ഇത് ചെയ്തു, അതിനകത്ത് വലിയ തെളിവുകളോ ഒന്നുമില്ല, ആർക്കും ദ്രോഹമോ ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആലോചിച്ച് നോക്കാം. അപ്പൊ അതിലാണ് എനിക്ക് യോജിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടേണ്ടുന്ന കേസ് തന്നെയായിരുന്നു, പക്ഷേ പോലീസ് അതിലാണ് എനിക്ക് യോജിച്ചത്. അത് മനഃപൂർവ്വമായിട്ട് പോലീസും പ്രോസിക്യൂഷനും ഒക്കെ കൂടെ ചേർന്നുള്ള കളിയിൽ അദ്ദേഹത്തിന് പെടുത്തിയത്. അതെന്തായാലും നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്തും വരട്ടെ എന്ന്, അദ്ദേഹത്തിന്റെ ഒരു ഭാവം എന്തും വരട്ടെ, അദ്ദേഹത്തിന് പേടിയില്ല എന്നുള്ള ഒരു ഭാവം. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒന്ന് ചിന്തിക്കുന്നുണ്ട്, എനിക്കും ശത്രുക്കളുണ്ട്, എന്നെയും വളഞ്ഞിട്ട ഇനിയും ആക്കും. ഇനി അദ്ദേഹം കരുതലോടിരിക്കും. കൃത്യമായ ഒരു വക്കീല്, കൃത്യമായ രീതിയിലുള്ള അവലോകനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഇത് വരും എന്നുള്ള ചിന്തയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അദ്ദേഹം എപ്പോഴും നോട്ടീസ് ചെയ്യും. കാരണം ഇനി അദ്ദേഹം ഒരു ബോധമുള്ള വ്യക്തിയായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ എന്ന് വെച്ച് അദ്ദേഹം ഉടനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇനി പല കാര്യങ്ങളും തുറന്നു പറയുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് കൂടി അദ്ദേഹത്തിന്റേതായ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ത് റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ ആ വക്കീലിന്റെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുമ്പോൾ തന്നെ ദീപ വിലക്കുന്നുണ്ടായിരുന്നു, അത് പറയരുത്. മാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ അതിജീവിതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റെസ്ട്രിക്ഷൻ കാണും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റിൽ ഇപ്പൊ എത്രയോ പേര് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവരെ ആക്ഷേപിക്കാതിരുന്നാൽ മതി, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരുന്നാൽ മതി, അല്ലാതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ അതുമെല്ലാം പറയുന്നുണ്ട്. അതായത് കോടതിയിൽ കള്ളം പറഞ്ഞു പ്രോസിക്യൂഷൻ എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെ 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 ആ ഒരു ആരോപണം കൂടി കൊടുത്തു. പക്ഷെ നോട്ടീസ് ഒന്നും കിട്ടാതെ പെട്ടെന്ന് ഒന്നും ചോദ്യം ചെയ്യാൻ എന്താ ഒരു ഇതിനു വേണ്ടി വിളിപ്പിച്ചതാണ് പാവത്തിനെ. വിളിപ്പിച്ചത് പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് രാഹുൽ ഒരു പക്ഷെ അത്രയും പ്രതീക്ഷ കാണത്തില്ല. ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് ഇവർ മുൻകൂട്ടിയെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് പോലീസ് ഇത് ചെയ്തത്. കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വായ അടപ്പിക്കണം, അത് അവരെ സാധിച്ചു. പക്ഷെ അതിനപ്പുറം രാഹുൽ ഈശ്വറിന് ജയിലിലാണെങ്കിലും
രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള കുറച്ച് ആരാധകരുണ്ട്. ആരാധകർ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പക്ഷേ ചിന്തിക്കുന്ന അത് ശരിക്കും തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വരനെ അടക്കം ഈ അടിച്ചമർത്തി കൊണ്ടുവന്നിടുന്ന ഈ ഒരു നടപടികളുണ്ടല്ലോ, അതൊക്കെ ജനത്തിന് വല്ലാത്ത വികാരമുണ്ട്. അതൊക്കെ ഒരുപക്ഷെ വെറുതെ. അപ്പൊ എത്ര വായടപ്പിച്ചാലും ജനം ചോദിച്ചുകൊണ്ടേയിരിക്കും. പലരും അവർക്ക് സംശയമുള്ള അവർ ചോദിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ എന്തെല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ രാഹുൽ ഈശ്വറിനെ പുറത്തിടുന്നതിനേക്കാൾ അകത്തിടണം എന്ന അടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, അത് സാധിച്ചു. പക്ഷേ അകത്ത് കിടക്കുന്ന രാഹുൽ ഈശ്വറിന്റെ വിജയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദിലീപിന് വേണ്ടി നിലകൊണ്ട രാഹുൽ ഈശ്വറിന്റെ വിജയം നമുക്ക് യോജിച്ചു പോകാൻ പറ്റത്തില്ലെങ്കിലും ദിലീപിന്റെ കാര്യത്തെ ആദ്യം മുതൽ അവസാനം വരെയും ഇന്ന് നിമിഷം വരെയും രാഹുൽ ഈശ്വർ ആ പക്ഷത്ത് തന്നെ നിൽക്കുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അല്ലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അതേ പോയിന്റിൽ തന്നെ നിൽക്കും. അതിൽ നിന്ന് അങ്ങോട്ട് ശബരിമല വിഷയത്തിലും അദ്ദേഹം അങ്ങനെയായിരുന്നു. ദിലീപിന്റെ വിഷയം, മറ്റു പല കേസുകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിലും അദ്ദേഹം കൊടുക്കുന്ന ആശയങ്ങൾ അതിൽ തന്നെ നിലയുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ദിലീപിന്റെ വിഷയത്തിൽ ആരാണ്? രാഹുൽ ഈശ്വറാണ് ജയിച്ചത്. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആരാ ജയിച്ചത്? രാഹുൽ ഈശ്വറാണ് ജയിച്ചത്. വിജയം ഈ പറയുന്ന ആൾക്കാരും മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കോമാളിയാക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഈശ്വറിനെ പറഞ്ഞ കാര്യത്തിലാണ്. നിയമത്തിന്റെ മുമ്പിൽ തെളിവുകൾ, നിയമത്തിന്റെ മുമ്പിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അത് രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് യോജിക്കുന്നത്. പിന്നെ ഈ പറയുന്നോണം ഈ സംസാരത്തിന്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചില എന്താ പറയുക വാക്കുകളുണ്ട്. അത് ഒരുപക്ഷെ ജനങ്ങൾ അദ്ദേഹത്തിന് വേറൊരു തരത്തിൽ കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം ഈ മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആശയങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ നാളെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. ഈ ഇന്ന് പലരും കളിയാക്കുന്ന രാഹുൽ ഈശ്വർ നാളെ ഒരുപക്ഷെ അദ്ദേഹം സമൂഹത്തിൽ കൊടുത്തിരിക്കുന്ന ആശയങ്ങളോട് നാളെ പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇനി രാഹുൽ ഈശ്വർ അങ്ങനെ മാളത്തിലൊന്നും ഒതുങ്ങിയിരിക്കുന്ന ഒരാളൊന്നുമല്ല. കാരണം അദ്ദേഹം ഒരുപക്ഷെ തന്ത്രി കുടുംബത്തിലൊക്കെ പെട്ട് വേറിട്ട ഒരു മനുഷ്യനാണ് അല്ലേ. തന്ത്രി കുടുംബത്തിൽ നിന്ന് അറ്റു വീണ ഒരു ജലത്തുള്ളി എന്നൊക്കെ വേണമെങ്കിൽ മാറി ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോമാളിയാക്കുമ്പോഴും ചിന്തിക്കുക അദ്ദേഹത്തിന്റെ എന്തിനാണ് ഇത്ര സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവരെ ഫെമിനിസ്റ്റ് എന്ന് പറയും. അവരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നവരെ ഇപ്പൊ എത്രയോ കള്ളക്കേസുകൾ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും ഒരു നീതി വേണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആശയം അത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഇത് ഇന്നലെയും നാളെ അദ്ദേഹത്തിന്റെ ആശയത്തോട് ജനം ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പലരും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പുരുഷ കേസരികൾ ചിന്തിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും വാദിക്കുന്നല്ലോ എന്ന് ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ചില കാര്യങ്ങളോട് നമുക്ക് അദ്ദേഹത്തിനോട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒരു 16 ദിവസം ജയിലിലാക്കിയതിനോട് ഒരു നീതിയുക്തമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും രാഹുലിന് എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കരുതാം.